കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദാനമായി നൽകിയിരിക്കുകയാണല്ലോ. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ ജയം പറഞ്ഞുകൊണ്ട് മുന്നേറാം. കാരണം ക്രിസ്തു യേശുവിലൂടെ നമുക്ക് പിതാവ് ജയം നൽകുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുക. എല്ലായിടത്തും ഇപ്പോഴും കർത്താവ് നമുക്ക് പൂർണ്ണ ജയം തരാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ ജയം തരുന്ന നല്ല കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാതം ആരംഭിക്കാം. ഇന്ന് പകൽ നിങ്ങൾക്ക് എന്തുണ്ട്? ജയമുണ്ട്. എങ്ങനെ ജയമുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ഒന്നിനെ പറ്റിയും ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട, ആകുലപ്പെടണ്ട. നിങ്ങൾ പോകുന്നിടം സക്സസ് ആയിരിക്കും, ജയിക്കുവാനിടയായി തീരും. നിങ്ങൾക്ക് സന്തോഷത്തോടെ മടങ്ങി വന്ന കർത്താവിനെ മഹത്വീകരിക്കുന്ന സാക്ഷ്യം പറയുവാനും കർത്താവ് കൃപ നൽകും. അതുകൊണ്ട് സന്തോഷത്തോടെ ഇന്ന് പ്രഭാതം യേശുക്രിസ്തു മുഖേന എല്ലായിടത്തും എനിക്ക് ജയം എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലായ്പ്പോഴും എനിക്ക് ജയം എന്ന് പറഞ്ഞുകൊണ്ട്, പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ഈ ദിനം ആരംഭിക്കാം. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ ശക്തിയാലാണ് അത് സംഭവിക്കുന്നത്. ഞാൻ പരാജിതൻ, നടക്കുമോ, അവരെനിക്ക് അനുകൂലമാകുമോ, ഇത് സാധ്യമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കൊണ്ടുവരുന്ന ദുഷ്ടൻ്റെ ആലോചനകളെ മറിച്ച് കളയണം. എന്നിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജയം പറയണം. വിശ്വാസം കൊണ്ട് അത് പ്രാപിക്കുന്നത്. അപ്പോൾ ക്രിസ്തു യേശു മുഖേന എനിക്ക് എല്ലായിടത്തും ജയമുണ്ട് എന്ന് ഞാൻ വിശ്വാസത്താൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ചുവട് വെച്ചു. നിങ്ങൾ അനുഗ്രഹമായി തീരും. നമുക്കൊരു വാക്ക് സ്തോത്രം വചനത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40, Psalms chapter 40, verse 1 and 2 നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കും വളരെ വേഗത്തിൽ. സങ്കീർത്തനങ്ങൾ 40:1. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഒരാൾക്കായി കാത്തിരിക്കണമെങ്കിൽ എന്തായിരിക്കും? അയാളുള്ളിൽ വിശ്വാസം കൊണ്ടല്ലേ അയാൾ വരും, നിശ്ചയം. എൻ്റെ സ്നേഹിതനാ, വരും, നിശ്ചയം. എന്നെ മറന്നു പോകുകയില്ല, അല്ലേ? നമുക്കുണ്ടാകുന്ന അദ്ദേഹത്തിലുള്ള കോൺഫിഡൻസ് കൊണ്ടല്ലേ നമ്മൾ വെച്ച് അദ്ദേഹം വരും. അപ്പം കാത്തിരിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവർക്കായി കാത്തിരിക്കുന്നതിന് അവരുള്ള സ്നേഹം കൊണ്ടല്ലേ. അപ്പോൾ സ്നേഹവും നമ്മളിലുള്ള വിശ്വാസവുമൊക്കെയാണ് നമ്മളെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വതം ഒരു ചെറിയ പദമാണ്. അത് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴത്തിലൊന്ന് പകരട്ടെ. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അപ്പോൾ കാത്തിരുന്നു. അപ്പോൾ ആ കാത്തിരിപ്പ് വൃഥാവായില്ല, തൻ്റെ പ്രതീക്ഷ വൃഥാവായില്ല, തൻ്റെ ഒരു പ്രത്യാശ. അത് ഞാൻ വിളിക്കും, കേൾക്കും. അതെന്നാ? വിശ്വാസമാണ്. തൻ്റെ ഉള്ളിലൊരു വിശ്വാസം പരിണമിച്ചു. ഞാൻ വിളിക്കും, അവൻ കേൾക്കും. ഇതാ പറയും, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. അപ്പം ഞാൻ കാത്തിരിക്കുക വിശ്വാസത്തോടെ. എൻ്റെ നിലവിളി കേൾക്കുവാൻ യഹോവ എനിക്ക് വേണ്ടി ചെവിയായിരിക്കും. അതിനൊട്ടും ഭംഗം വന്നില്ല. ഇന്ന് ആരെങ്കിലും വിശ്വാസത്തോടെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഇന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, കർത്താവ് നിങ്ങളുടെ ഭാരങ്ങളെ കേട്ട് അതിന് ഉത്തരം തരിക തന്നെ ചെയ്യും. നിങ്ങളുടെ നിലവിളികൾ വൃഥാവായി പോകത്തില്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾ വൃഥാവായി പോകത്തില്ല, നിങ്ങൾ യാചിച്ചത് ഒന്നും ലഭിക്കാതിരിക്കുകയില്ല. നിങ്ങൾ ധൈര്യത്തോടെ ഉറപ്പോടെ നിൽക്കുന്ന, ഒരു ദിവസം വൈകിയോ ഒരു വർഷം വൈകിയോ നീ പതറണ്ട. എത്ര കാലങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ഇന്നലകളേക്കാൾ ആസ്വാദികരമായത്, മനോഹരമായത്. ഇന്നലകളിൽ അത് ലഭിച്ചിരുന്നെങ്കിൽ പരിമിതികളുണ്ടാകാം. പക്ഷേ കർത്താവ് തൻ്റെ സമയത്ത് തരുമ്പോൾ പരിമിതികളില്ലാതെ നിനക്ക് സന്തോഷിപ്പാൻ, ആസ്വദിപ്പാൻ ദൈവം കൃപ നൽകും. സമയമൊട്ടും കടന്നു പോയിട്ടില്ല. അതോർത്ത് ആകുലപ്പെടുകയും വേണ്ട. കാത്തിരിക്കുന്നവന് വേണ്ടി പ്രത്യക്ഷനാണ്. തനിക്കായി കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി വീണ്ടും വരുമെന്ന്, വിശുദ്ധന്മാരെ ചേർക്കുവാൻ വീണ്ടും വരുമെന്ന് അരുളി ചെയ്തവനാണ് എൻ്റെ കർത്താവ്. ആ കർത്താവ് വീണ്ടും മടങ്ങി വരും, മേഘാരൂഢനായി മടങ്ങി വരും. തന്നിൽ പ്രിയം വെച്ചവരെ ചേർത്തുകൊള്ളും. അവർക്ക് നിത്യതയ്ക്ക് സ്വർഗീയവാസത്തിന് വേണ്ടി അവരെ ചേർത്തുകൊള്ളും. മണിയറയിലേക്ക് അവരെ കൊണ്ടുപോകും. അതുകൊണ്ട് ഉറപ്പോടെയും വിശ്വാസത്തോടെയും നമുക്ക് ഈ പ്രഭാതം ആരംഭിക്കും. ആ വാക്യം ഇപ്പം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു എൻ്റെ നിലവിളി കേട്ടു. നിലവിളി കേട്ടു. അടുത്തത് എന്താണ്? അല്ലേ? കാത്തിരുന്നു, എൻ്റെ നിലവിളികളെ അവൻ കേട്ടു. അടുത്തത് എന്താണ്? നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്ന്, അതെ, പാപപങ്കുലമായ നാശകരമായ കുഴിയിൽ നിന്ന്, നശിച്ചു പോകാമായിരുന്ന കുഴിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അനർത്ഥത്തിൽ നിന്ന്, അല്ലെങ്കിൽ യാതനയിൽ നിന്ന്, അല്ലെങ്കിൽ പാതാളത്തിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം.
നാശകരമായ കുഴി, നശിച്ചു പോകുന്ന കുഴിയാണല്ലോ നാശകരമായ കുഴി, അല്ലേ? ആത്മാവ് നശിച്ചു പോകുന്നത് എവിടെയാണ്? യാതനയുടെ സ്ഥലത്താണ്, അല്ലേ? അന്ധകാരത്തിൽ, പാതാളത്തിൽ, അല്ലേ? നരകത്തിൽ. അതിൽ നിന്ന് എന്നെ രക്ഷിച്ചു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. നാശകരമായ കുഴിയിൽ നിന്ന് കയറ്റി. കുഴഞ്ഞ ചേറായിരുന്നു. കരകയറുവാൻ പലതവണ പരിശ്രമിച്ചിട്ടുണ്ടാകാം, പറ്റിയില്ല. അതുകൊണ്ടാണ് നിലവിളിച്ചത്. നമ്മൾ നല്ല ചേറ്റിൽ താഴ്ന്നു പോയിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അരികിൽ പാടമോ കണ്ടമോ ആറോ ചേറോ തോടോ ഒക്കെ ചേറുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, അതിനകത്ത് ഒരു കാല് വെക്കുമ്പോൾ മറ്റേ കാല് താഴ്ന്നു പോകും, മറ്റേ കാല് പൊക്കാൻ നോക്കുമ്പോൾ അടുത്ത കാല് താഴ്ന്നു പോകും. ആ കുഴിയിൽ നിന്ന് കയറുക വലിയ പ്രയാസം, അല്ലേ? കുഞ്ഞുനാളിൽ ചേറിൽപ്പെട്ടവരറിയാം, വലിയതായിട്ട് ചേറിൽപ്പെട്ടവർക്കൊക്കെ അറിയാം, വലിയ ബദ്ധപ്പാടാണ് അതിനകത്തുനിന്ന് കയറിപ്പോയി. ചിലർ ചേറിൽ താന്ന് മരിച്ചുപോയി എന്നൊക്കെ പറയുന്നത് കേൾക്കാമല്ലേ? കായലിൽ പോയി, ചേറിൽ മുങ്ങിപ്പോയി എന്നൊക്കെ പറയില്ലേ? ചേറ് മരണത്തിലേക്ക് നടത്തും. അതിൽ തിരിച്ചു വരവുണ്ടാകത്തില്ല. ചേറിനോടുകൂടെ നമ്മളെ ചേറിങ്ങനെ പിടിച്ചു വെക്കുക, പുറത്തോട്ട് നമ്മളെ വിടാതെ, അല്ലേ? ഒരു കാല് ഉയർത്താൻ ശ്രമിക്കും, മറുകാല് വീണ്ടും താഴുകയാണ്. അങ്ങനെ നാശകരമായ കുഴി, നശിച്ചു പോകുന്ന ചേറ്റിൽ നിനക്ക് കരകയറാൻ കഴിയാത്ത അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നീ നിലവിളിക്കുന്നത്. അത് ഏതനുഭവത്തിലായിക്കോട്ടെ, രോഗത്തിൻ്റെയോ സാമ്പത്തികമോ കുടുംബ തകർച്ചയുടെയോ മദ്യപാനത്തിൻ്റെയോ പാപസ്വഭാവത്തിൻ്റെയോ ഏത് ചെടിക്കുണ്ടിലാണെങ്കിലും, അല്ലെങ്കിൽ വൈരാഗ്യത്തിൻ്റെയോ പിണക്കത്തിൻ്റെയോ കൊലയുടെയോ പ്രതികാരത്തിൻ്റെയോ ഏത് ചേറ്റിലാണ് നീ നിൽക്കുന്നത്? നിന്നെ നശിപ്പിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ ആ ചേറ്റിൽ നിന്ന്, നിന്നെ നശിപ്പിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന കെണിയിൽ നിന്ന്, കുഴിയിൽ നിന്ന് നിന്റെ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കുമെന്ന് പറയുകയാണ്. എനിക്ക് എവിടെ വളരെ ശ്രദ്ധേയമായ കാര്യം, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ആളെവിടെയാണ്? കുഴഞ്ഞ ചേറ്റിലാണ് നിൽക്കുന്നത്, അല്ലേ? നാശകരമായ കുഴിയിൽ നിന്നുകൊണ്ടാണ് കാത്തിരിക്കുന്നത്, അല്ലേ? എന്നെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളിയോടെ ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു. അതെ, നീ ഇരിക്കുന്ന ഇരുട്ടിൽ, നീ ഇരിക്കുന്ന പ്രതിസന്ധി നിറഞ്ഞ ഭവനത്തിൽ, നീ ആയിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ, നിനക്ക് രക്ഷപ്പെടാൻ വഴിയില്ല, പഴുതില്ലെന്ന് പറഞ്ഞ ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്. അവൻ വിളിക്കുന്നത് നാശകരമായ കുഴിയിൽ നിന്നുകൊണ്ടാണ് വിളിക്കുന്നത്. കുഴഞ്ഞ ചേറ്റിൽ നിന്നുകൊണ്ടാണ് നിലവിളി. ആ നിലവിളി കേട്ടു. ഇതാ പറയുന്നത്, കാത്തിരുന്നു. ആ കുഴിയിൽ കിടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വ്യാപരിച്ച വിശ്വാസമാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കും, ഞാൻ അവനെ വിളിക്കും, അവൻ്റെ വിളി കേൾക്കും. ഇന്ന് നീ പ്രതിസന്ധിയുടെ ആഴക്കയങ്ങളിൽ എല്ലാവരും കൈയൊഴിഞ്ഞ് നിൽക്കുമ്പോഴും, പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും വിശ്വസിക്കണം, എൻ്റെ നിലവിളികളെ അവൻ കേൾക്കും. ഞാൻ വിളിക്കും, എൻ്റെ അവസ്ഥ എന്തുമായിക്കോട്ടെ, ഞാൻ പാപത്തിലായിരിക്കാം, ഞാൻ പ്രശ്നത്തിലായിരിക്കാം, തകർച്ചയിലായിരിക്കാം, അവിടെ മടിച്ചു നിൽക്കാതെ രക്ഷകന് വേണ്ടി നീ നാവ് ഉയർത്തണം. എന്നെ രക്ഷിപ്പാൻ കഴിയുന്ന എൻ്റെ കർത്താവേ, അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ലല്ലോ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് വിളിക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ സാധിക്കട്ടെ. പ്രശ്നങ്ങൾ പങ്കുവെച്ച് ആൾക്കാർ മുഴുവൻ അത് ഏറ്റുപാടി നാട്ടിൽ മുഴുവൻ അപമാനമാണ്. വിടുതലായില്ല. സഭയിൽ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, വിശ്വാസികൾ പറഞ്ഞു, മുഴുവൻ ഫ്ലാഷായി. തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നില്ല. വിടുതലായിട്ടില്ല. വിരൽ ചൂണ്ടി ചോദിക്കുവാൻ തുടങ്ങി. ജീവിതത്തിനൊരു മാറ്റവുമില്ല. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ വിളിക്കേണ്ടത് യേശുവിനെയാണ്. അനാശകരമായ കുഴിയിൽ നിന്നുകൊണ്ട്, ആ കുഴഞ്ഞ ചേറ്റിൽ നിന്നുകൊണ്ട് നീ നിലവിളിക്കണം. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞു. എൻ്റെ നിലവിളി കേട്ടു. കുഴഞ്ഞ ചേറ്റിൽ കിടക്കുന്നവനെ രക്ഷിക്കണമെങ്കിൽ അങ്ങോട്ട് ചായണ്ടേ, അല്ലേ? അവൻ ചാഞ്ഞു. നീ ആയിരിക്കുന്ന കുഴിയിലേക്ക് അവൻ ചാഞ്ഞു. നീ ആയിരിക്കുന്ന ചെളിക്കുണ്ടിലേക്ക് അവൻ ചാഞ്ഞിറങ്ങി വന്നു. അവിടുന്ന് അവൻ രക്ഷിക്കുമെന്നാണ്. ആ ചെളിക്കുണ്ടിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി വന്നു. നീ ആയിരിക്കുന്ന ചെളിക്കുണ്ടിലേക്ക് ഇറങ്ങി വന്നു. അനാശകരമായ കുഴിയിലേക്ക്, ആ കുഴഞ്ഞ ചേറ്റിലേക്ക്, പാപപങ്കുലമായി ബന്ധനത്തിൽ കിടക്കുന്ന മാനവരാശിക്ക് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താഴ്ന്ന ലോകത്തേക്ക്, പാപപങ്കുലമായ ലോകത്തേക്ക് അവൻ ഇറങ്ങി വന്നു. നിന്റെ നിലവിളികളെ കേട്ടിട്ട് നമ്മെ ഇവിടെ നിന്ന് രക്ഷിപ്പാൻ. ഇത് ദാവീദ് പറയാം, നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. എങ്ങനെയായിരിക്കാം പാറമേൽ നിന്നത്? ആ കുഴഞ്ഞ ചേറ്റിൽ കിടക്കുമ്പോൾ, നാശകരമായ കുഴിയിൽ കിടക്കുമ്പോഴുള്ള തൻ്റെ വിശ്വാസം തന്നെ പാറമേൽ കൊണ്ട് നിർത്തി, ഉറപ്പുള്ളിടത്ത് നിർത്തി. കുഴഞ്ഞ ചേറ്റിൽ നിൽക്കുമ്പോൾ വിശ്വസിക്കുക, അല്ലേ? ഞാൻ വിളിക്കും, എൻ്റെ കർത്താവ് കേൾക്കും, എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരകയറ്റും. തൻ്റെ വിശ്വാസമാണ്. ഇന്ന് നീ കടക്കണിയിൽ കിടക്കുമ്പോൾ നിൻ്റെ വിശ്വാസമാണ് ഇത് മാറട്ടെ.
രോഗബന്ധനത്തിൽ കിടക്കുമ്പോൾ നിന്റെ വിശ്വാസമാണ് ഇത് മാറട്ടെ. തകർന്നുടഞ്ഞ ഭവനത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ വിശ്വാസമാണ് ഇത് മാറട്ടെ. നിന്റെ അവസ്ഥകൾ എന്ത് തന്നെയായിരുന്നു അതിലിരുന്നു കൊണ്ട് നീ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരും. അങ്ങനെ വിശ്വസിക്കുക. അപ്പം നിന്റെ വിശ്വാസമാണ് നിന്നെ പാറമേൽ കൊണ്ട് നിർത്തിയത്, അല്ലേ? അപ്പം നിനക്ക് വിശ്വാസത്താൽ നിന്റെ കാലുകളെ ഉറപ്പിച്ച്, അപ്പം വിശ്വാസത്തിൻ്റെ കാലുകളല്ല നീ നിൽക്കുന്നത്. അപ്പം എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നാം ജീവിക്കുന്നത് ജഡത്തിൻ്റെ കാലിലല്ല, വിശ്വാസത്തിൻ്റെ കാലിലാണ് ജീവിക്കുന്നത്, അല്ലേ? വിശ്വാസത്തിൻ്റെ കാലുകളാണ് നമ്മളെ നടത്തുന്നത്. വിശ്വാസത്താലാണ് ഞാൻ ചുവട് വെക്കുന്നത്, വിശ്വാസത്താലാണ് ഞാൻ ഉറച്ച് പാറമേൽ നിൽക്കുന്നത്, വിശ്വാസത്താലാണ് നടക്കുന്നത്. അതാ പറഞ്ഞാൽ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. വിശ്വാസത്താലാണ് നീ വാക്ക് ചെയ്യുന്നത്. അതെ, ആ ഗമനത്തെ സ്ഥിരമാക്കുന്ന ദൈവം. അപ്പം നിന്റെ വിശ്വാസമാകുന്ന കാലിൽ നീ നിൽക്കണം. വിശ്വാസമാകുന്ന കാൽ കണ്ട് നീ നടക്കണം. അവിടെയാണ് നിനക്ക് അത്ഭുതം കാണുവാൻ കഴിയുന്നത്. നീ വിശ്വാസത്താൽ ചുവട് വെക്കുക. നിന്റെ വിശ്വാസത്തിൻ്റെ കാലുകളുടെ ചലനം അവിടെയാണ്. വിശ്വാസം എന്നത് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു കാല. വിശ്വാസം എന്നത് നമ്മളെ നടക്കുമാറാക്കുന്ന ഒരു കാല. വിശ്വാസം കൊണ്ടാണ് ഈ ജീവിതം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ സിയോൻ യാത്ര വിശ്വാസത്താലാണ്. സിയോൻ സഞ്ചാരി, യേശുവിൽ ചാരി ഞാൻ. സ്വതം എൻ്റെ വിശ്വാസമാണ് യേശുവിലേക്ക് എന്നെ ചാരിയത്. വിശ്വാസമാണ് എന്നെ നടത്തിയത്. വിശ്വാസമാണ് എന്നെ പാറമേൽ നിർത്തിയത്. ഞാൻ കുഴഞ്ഞിടത്താണ് കിടന്നത്, തകർന്നിടത്താണ് കിടന്നത്, കുഴഞ്ഞ ചേറ്റില്ല. എൻ്റെ വിശ്വാസമായിരുന്നു. ഞാൻ നിലവിളിക്കും, അവൻ എന്നെ കേൾക്കും. അവൻ എന്നെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കയറ്റും. അവൻ എന്നെ പാറമേൽ ഉറപ്പിക്കും. ഇന്ന് വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആ കാൽച്ചുവടുകൾ, ആ നിങ്ങളെ ഉറപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുവടെന്ന് പറയുന്നത് വിശ്വാസമാണ്. അതാ നിങ്ങളുടെ കാൽ വിശ്വാസമായി മാറട്ടെ. വിശ്വാസത്തിൻ്റെ കാലിൽ നിൽക്കുക കുഞ്ഞേ. വിശ്വാസത്തിൻ്റെ കാലിൽ ചവിട്ടി നിൽക്കുക. നീ എത്ര കൊടുങ്കാറ്റടിച്ചാലും താഴെ പോകത്തില്ല. ജഡത്തിന് 2 കാല് തന്നിട്ടുണ്ട് നമുക്കല്ലേ? ആ കാലിൽ നിന്നാൽ എപ്പോൾ വേണേലും താഴെ പോകും, ജഡത്തിൽ ആശ്രയിച്ചാൽ. ജഡകാലുകളിലല്ല, നമ്മൾ വിശ്വാസത്തിൻ്റെ കാലിലാണ് നമ്മൾ ഊന്നി നിൽക്കുന്നത്. വിശ്വാസത്തിൻ്റെ കാല് നിന്നെ പാറമേൽ ഉറപ്പിക്കും. വിശ്വാസത്തിൻ്റെ കാലുകൾ നിന്റെ ഗമനത്തെ സ്ഥിരമാക്കി തരും. ക്രിസ്തുവിൽ ഞാൻ നടക്കും, കർത്താവ് എനിക്ക് വേണ്ടി വഴികളെ തുറക്കും, അല്ലേ? കർത്താവ് എന്നെ നടത്തും, കർത്താവിൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തും, എൻ്റെ ശൂന്യതകളെ മാറ്റും, എൻ്റെ ദുഃഖങ്ങൾക്ക് വിരാമമാകും, എനിക്ക് വേണ്ടി വാതിലുകളെ തുറക്കും, എന്നെ അത്ഭുതകരമായി നടത്തും. ഈ വാതിലൊക്കെ തുറന്ന് നടന്നു പോകണമെങ്കിൽ തന്നെ വിശ്വാസത്തിൻ്റെ കാലുകൾ നിനക്കുണ്ടാകണം. ആ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകളിലാണ് നീ അത്ഭുതങ്ങളെ പ്രാപിക്കുന്നത്. വിശ്വാസത്താലാണ് നീ ചുവടുകൾ വെച്ച് വിശ്വാസത്തിൻ്റെ കാൽച്ചുവട് അതിലെ വിജയം കണ്ടെത്തിയത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുക, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ സ്തോത്രം, ആ തകർച്ചയിൽ കിടക്കുമ്പോൾ വിശ്വാസം രൂപപ്പെടട്ടെ അകത്ത്. അവിടെ നിന്നുകൊണ്ട് എൻ്റെ കർത്താവ് അത് കേൾക്കുമെന്ന് വിശ്വസിക്കട്ടെ. കർത്താവ് എന്നെ ഉറപ്പിച്ച് നിർത്തുമെന്ന് വിശ്വസിക്കട്ടെ. കർത്താവ് എന്നെ സ്തോത്രം പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും. പല ജോലികളിൽ പോയിട്ട് ഒന്നിലും ഉറയ്ക്കാൻ സാധിച്ചില്ല. പല പെണ്ണ് കണ്ടിട്ട് ഒന്നും കെട്ടാൻ പറ്റിയില്ല. പല ആലോചന വന്നിട്ടും പലതും വേണ്ടെന്ന് വെച്ച സഹോദരി, നിന്നെ വിശ്വാസത്താൽ നിന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കാൻ പോവുക. വിശ്വാസത്താൽ നിന്റെ ഗമനം സ്ഥിരമാക്കട്ടെ. നീ വിശ്വസിക്കുക, ദൈവം എനിക്ക് വേണ്ടി മേൽത്തരമായതൊന്നു തരും. കാണുന്നതൊന്നും തൃപ്തിയില്ല, അല്ലേ? അവിശ്വാസത്തിൽ ഹൃദയം വിശ്വാസമില്ല. അത് അങ്ങനെ ശരിയാകുമോ? ഇതിങ്ങനെ ശരിയാകുമോ? ഇതെങ്ങനായി തീരും? നോ. ഉറയ്ക്ക്. നിലവിളി കേട്ടു, ദൈവം എനിക്ക് വേണ്ടി ഉറപ്പിക്കും, എന്നെ പാറയിൽ നിർത്തും, എൻ്റെ കാര്യങ്ങൾ നടത്തും. വിശ്വാസത്താൽ ഞാൻ നടക്കും. വിശ്വാസത്താൽ നമുക്ക് നടക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കാലുകളെ കർത്താവ് പാറമേൽ ഉറപ്പിക്കുകയും നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുകയും ചെയ്യും. നിങ്ങളുടെ നിലവിളികളെ കർത്താവ് കേൾക്കുന്നുണ്ട് കേട്ടോ. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിങ്ങളെ കയറ്റും, പാറമേൽ ഉറപ്പിക്കും. ഇന്ന് ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് വിടുതൽ തരും. ധൈര്യത്തോടെയും പ്രത്യാശയോടെയും ഉറപ്പോടെയും ആയിരിക്കാം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, തിരുസലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുമായി അടുത്ത് വരിക. അവരുടെ കുറവുകളെ നോക്കാതെ അവരുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തണമേ. അവരെ അത്ഭുതകരമായി നടത്തണമേ. അവരുടെ ജീവിതത്തിൻ്റെ കർത്താവെ ചിറകുകൾ കർത്താവെ തളർന്നിരിക്കുന്നത് ബലം പ്രാപിക്കണമേ. വിശ്വാസം കൊണ്ട് അവരുടെ ചിറകുകൾ ബലം പ്രാപിക്കട്ടെ. വിശ്വാസത്തിൽ അവർ ചുവടുകൾ വെക്കട്ടെ. അവരുടെ കാലുകൾ വിശ്വാസത്തിൽ ഉറയ്ക്കട്ടെ. കർത്താവ് വിശ്വാസത്തിൽ കർത്താവെ വഴുവഴുപ്പിൽ നിൽക്കാതെ ഉറപ്പുള്ള പാറയിൽ നിൽക്കട്ടെ. പലരും കർത്താവെ വഴുവഴുപ്പുള്ള അനുഭവങ്ങളിൽ നിൽക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസത്തിൽ ഉറച്ചവരായി നിൽക്കട്ടെ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും, എന്നെ നടത്തും, എന്നെ പുലർത്തും, എന്നെ രക്ഷിക്കും, എൻ്റെ അവസ്ഥകൾക്ക് ഭേദം വരുമെന്ന് വിശ്വസിക്കാനുള്ള ധൈര്യവും ആർജവും അവരിലേക്ക് ഞാൻ പകരും. പിതാവ് അങ്ങനെ ചെയ്യുന്നതിനെ സ്വന്തം കണ്ണുനീരുകളെ തുടച്ച് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെ അത്ഭുത സാക്ഷികളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഉള്ളങ്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക. രോഗബന്ധനങ്ങളെ ഞാൻ അഴിച്ചു മാറ്റുകയാണ്. സാമ്പത്തിക കെട്ടുകളെ ഞാൻ പൊട്ടിച്ചു മാറ്റുകയാണ്. അസമാധാനത്തിൻ്റെ വിത്തുകളെ പറിച്ചെറിയുകയാണ്. സമാധാനത്തെ നൽകുകയാണ്. കൃപയുടെ കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും ചേർത്ത് എഴുതുകയാണ്.
എക്സാമുകൾ കഴിയുന്ന കുഞ്ഞുങ്ങളെ പഠിക്കാനുള്ള ബുദ്ധിയും ജ്ഞാനവും പ്രാഗൽഭ്യം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഉള്ളംകരങ്ങളിൽ നൽകുന്നു. അത്ഭുതകരമായി മാനിക്കണമേ. കുടുംബജീവിതങ്ങളിൽ സമാധാനവും സ്വസ്ഥയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ സ്നേഹവൃന്ദങ്ങൾക്കെല്ലാമായി പ്രാർത്ഥിക്കും. ചാനൽ വണ്ണിൻ്റെ എല്ലാ കുടുംബങ്ങൾക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്വതന്ത്രം ഈ കുടുംബങ്ങളിൽ കർത്താവെ ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. 24 hours പ്രേയറിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല വിഷയങ്ങളും ദൈവിക നിറവുകളും നടത്തിപ്പുകളും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കും. ഉള്ളംകരങ്ങളിലേക്ക് തിരികെയാണ്. ദൈവത്തിന് മഹത്വം തിരികെയാണ്. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നമ്മുടെ സ്വതന്ത്രം കഴിഞ്ഞ മോർണിംഗിൽ നമ്മുടെ ഈ പ്രയർ ടൈമിൽ കമൻറ്റിൽ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കുമായി ഒന്ന് സ്വതന്ത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ബാബു മാത്യു, സ്വതന്ത്രം ബാബു ജോർജ് മാത്യു കുടുംബത്തിനായി സ്തോത്രം. ലീലമ ജോസഫിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സ്വതന്ത്രം അന്നമ്മ ജോർജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. കർത്താവിൽ ഏകീഭവിപ്പാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവകൃപയിൽ സ്തോത്രം. പ്രിയപ്പെട്ട അന്നമ്മ ജോർജിനായി സ്തോത്രം. മിസ്സിങ്സ് മിസ് ആഗ്നസിനായി സ്തോത്രം. ഗജനൻ പാസ്റ്റർക്കായി സ്തോത്രം. മീന കരുണാകരനായി സ്തോത്രം. തോമസ് ഷാലിൻ്റെ കുടുംബത്തിനായി പ്രത്യേക സ്തോത്രം. ഷാലിൻ രോഗത്താലും ഭാരത്താലും ഒക്കെ ആയിരിക്കുന്നു. സുഖത്തിലെ ദൈവം തനിക്ക് ആരോഗ്യവും കർത്താവിൻ്റെ അടിപ്പിണരിലുള്ള സൗഖ്യവും കൊടുക്കട്ടെ. മോളുടെ കുടുംബത്തിനായി സ്തോത്രം. മോളുടെ ഭാവിക്കായി സ്തോത്രം. മകനായി സ്തോത്രം. കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. വനജ സാബുവിനായി സ്തോത്രം. ജോയൽ പ്രോസ്പറിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ട ഗ്രേസി ജെയിംസിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. ലീന സഹോദരിയുടെ കുടുംബത്തിനായി സ്തോത്രം. 5 മോൾക്ക് യാത്രയുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ട മോനും ഇളയ മോൾക്കുമായി സ്തോത്രം. ബിജുമോനായി സ്തോത്രം. ജോൺസൺ കുടുംബത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ട കെസിയ സഞ്ജോയ് കുടുംബത്തിനായി സ്തോത്രം. പാസ്റ്റർ ലോർ നായക് കുടുംബത്തിനായി സ്തോത്രം. സുഗന്ധി ഇബ്രാജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. യൂസർ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ട ആ കുടുംബത്തിനായി സ്തോത്രം. എലിസബത്ത് ബാബുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. പങ്കജൻ ഡെന്നീസിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. സിജി വിനോദിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. തോമസ് അങ്കിളിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. ബിന്ദു സാബുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. ട്രീസ മാത്യുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. വിനോദ് ജോണിയുടെ കുടുംബത്തിനായി സ്തോത്രം. ലൈല ജോർജ് കുടുംബത്തിനായി സ്തോത്രം. ലക്ഷ്മി പ്രസാദ് കുടുംബത്തിനായി സ്തോത്രം. സാറ ജോർജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. ജുവൽ കുടുംബത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ട ജയ്മോൻ രാജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. മോനി ഫിലിപ്പിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. ഫിലിപ്പ് ജോർജിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. ബിന്ദു കുടുംബത്തിനായി സ്തോത്രം. പങ്കജം ഡെന്നിസൺ കുടുംബത്തിനായി സ്തോത്രം. രമ്യ ഡി കുടുംബത്തിനായി സ്തോത്രം. മിനി എബിയുടെ കുടുംബത്തിനായി സ്തോത്രം. ജെസ്സി ജേക്കബിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. മഞ്ജു കുടുംബത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ട മിനി തെക്കേടത്ത് കുടുംബത്തിനായി പ്രത്യേകം സ്തോത്രം. ദൈവം ആ കുടുംബങ്ങളെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. സ്തോത്രം. നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ഓൺലൈനിൽ കമൻറ്റ് ചെയ്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് സ്തോത്രം ചെയ്തപ്പോൾ. അവരെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒരു ദിവസം മുമ്പ് സ്തോത്രം ചെയ്തിരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെല്ലാം ഓർക്കുന്നു. സ്തോത്രം. ലിനി കുര്യൻ കുടുംബത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി അഞ്ജന കുടുംബത്തിനായി സ്തോത്രം. ഫ്രെഡി ഡേവിഡിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. സ്മിത അബ്രഹാമിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. മിനി സാം കുടുംബത്തിനായി സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. റീനുവിൻ്റെ കുടുംബത്തിനായി സ്തോത്രം. എബ്രാം ഫിലിപ്പ് കുടുംബത്തിനായി പ്രത്യേകം സ്തോത്രം. സിജി കുടുംബത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൃപയുടെ കരങ്ങളിലേക്ക് ഓരോരുത്തരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. പിതാവ്, ഇന്ന് ഞങ്ങളുടെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനകളെ കേട്ടതിനായി സ്തോത്രം. ഐശ്വര്യമായി നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും നാളെ പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടാം. വൈകിട്ട് നമ്മുടെ 8 മണിക്ക് തൊട്ടുള്ള കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സഹോദരങ്ങൾ പങ്കെടുക്കണം. നല്ല അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗാണ്. ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടികളും ആശ്വാസവും കിട്ടുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ അവിടെ അവകാശമുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർ അടി കിടക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. ഏത് സമയവും എന്ത് ഭാരമുണ്ടെങ്കിലും വിഷമിക്കണ്ട കേട്ടോ. അതിനെല്ലാം പരിഹാരമുണ്ട്. നിങ്ങൾക്ക് വിഷമമുണ്ടോ, ധൈര്യമായിട്ട് നിങ്ങൾ വിളിക്ക്, സംസാരിക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പിടിപ്പിക്കും. അത് മനസ്സിൽ വെച്ച് നീറി തകർന്നുടഞ്ഞ് ജീവിതം വെറുതെ
കളയരുത്. പ്രാർത്ഥിക്കുമ്പോൾ രണ്ടുപേർ ഒരുമനപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിൽ ദൈവം കേൾക്കും. ഞാൻ നിങ്ങളോടൊപ്പം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കും. ധൈര്യമായിട്ട് വിളിച്ചു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലെസ് യു.